അപ്പൊ അതിന് നിമിത്തമായത് ചേച്ചി തന്നെയാണ്. അതെ, നിമിത്തമായത് ഞാനാണ്. ഈ ഒരു നിമിത്തത്തിനെ പറ്റി പറയും, മിണ്ടാതിരുന്നല്ലേ എത്ര നേരം. ഇതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ആളെ വരുന്നതെന്ന് തോന്നുന്നു. അല്ല, ഞാൻ റിപ്പോർട്ടർ ചാനൽ എങ്ങാണ്ട് വന്നിട്ടുണ്ട് ഒരിക്കലും. അവിടെ ഞാൻ ഇതേമാതിരി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വായിക്കാൻ പോയപ്പോൾ ചേച്ചി അവിടെ ഗസ്റ്റായിട്ട് വിളിച്ച് ചേച്ചിയുടെ കൂടെ പുള്ളിക്കാരി വന്ന് അങ്ങനെ ഉണ്ടായി. ഇതിപ്പോ ഇങ്ങനെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? എന്താ ചോദിച്ചേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഞാൻ പറഞ്ഞില്ല അപേക്ഷ ത്രൂ ആണ് പരിചയപ്പെട്ടതെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സൗഹൃദത്തെ പറ്റി അപേക്ഷയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് ആരാണ്? അങ്ങനെയില്ല, ഞങ്ങൾ ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ് അടുപ്പിച്ചത്. അതെ, മ്യൂസിക്കലി ആണ് അടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് ഫാമിലിക്കും അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. അത് ഞാൻ അധികം സംസാരിക്കേണ്ടി വന്നില്ല. ഞാനായിട്ട് സംസാരിക്കത്തുമില്ല. ഇത് കൊള്ളാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് തോന്നി നമുക്ക് ഇപ്പോൾ ഞാൻ ആരടുത്തും അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ ഇന്ന ആള് കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും കൂടെ റിലേഷൻഷിപ്പിലാവൂന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റിലേഷൻഷിപ്പിലൊന്നും ആരും ആവത്തില്ല. അത് അവർക്ക് തന്നെ തോന്നിയിട്ട് അവർക്കായിട്ട് തോന്നിയാലേ അവരത് വർക്കൗട്ടാക്കി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും ശരിയാവണം എന്നില്ല. എനിക്ക് ആ സമയത്ത് തോന്നിയൊരു പോയിന്റാണ്, ഇത് കൊള്ളാമല്ലോ, നല്ലതാണ്, നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നതാണ്. എപ്പോഴും റിലേഷൻഷിപ്പും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ തന്നെ ഡിസൈഡ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പലതും ഞാനിങ്ങനെ എന്താ പറയുക നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ചെയ്യാവോ അതങ്ങനെ ചെയ്യാവോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ചില കാര്യങ്ങളിനോട് ഞാൻ എതിർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു സിസ്റ്റർ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്താ പറയുക പ്രഷർ ചെലുത്തുക അല്ലെങ്കിൽ അങ്ങനെ വേണം ഇത് തന്നെ ചെയ്യണം, കുടുംബത്തിനെ സംരക്ഷിച്ചിട്ട് ആ കുടുംബ പേര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല. she has all the right to do what she wants. ചേച്ചി, ഇപ്പോൾ പൊതുവേ നമ്മൾ കേട്ടുവരുന്നതാണ് ഡ്രഗ്സിന്റെ യൂസേജ്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇപ്പം ഈ ആർട്ടിസ്റ്റിന്റെ ഇടയിലൊക്കെ അങ്ങനെ യൂസേജ് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻസ് ആയിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളോട് അപേക്ഷയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അല്ല, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക? എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പുറത്തായിരിക്കരുതല്ലോ നമ്മുടെ മ്യൂസിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ജീവിതവും. അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ബലത്തിലായിരിക്കരുത്. നമുക്ക് മനസ്സിൽ നിന്ന് തോന്നുന്ന സംഗീതവും മനസ്സിൽ നിന്ന് തോന്നുന്ന ജീവിതമാണ് ജീവിക്കേണ്ടത്. ഇത് വളരെ വീക്കായിട്ടുള്ളവരായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കണം. പലപ്പോഴും സ്ത്രീകളെ കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പൊ അടുത്ത ന്യൂസ് ഒക്കെ. അത് ഭയങ്കര അത് സംശയിക്കപ്പെടില്ല എന്നുള്ളതിന്റെ ഒരു തോന്നലും കൂടെ ഉണ്ടാവണമായിരിക്കും. പക്ഷെ ഇപ്പൊ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള പല സ്ഥലത്തും നമ്മൾ ന്യൂസിൽ തന്നെ സ്ത്രീകൾ ഇങ്ങനെ പലതും അടിച്ചിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്ന കാണാം, ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതൊക്കെ കാണാം. അപ്പൊ ഈ പറയുന്ന മാറ്റത്തിന്റെ ഒരു ഭാഗം ആയിട്ട് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതും വരുന്നുണ്ടെന്ന് തോന്നാം. വളരെ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു കേരളത്തിൽ നിന്ന് ഒരു കോവിഡിന് ശേഷം ഈ ലിവിങ് ടുഗെദർ ഒക്കെ അക്സെപ്റ്റ് ചെയ്തത് അതേ സൊസൈറ്റി തന്നെ ഈ ലഹരി ഉപയോഗവും പ്രശ്നമാവുന്നത് വളരെ സങ്കടകരമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് കൂടെ പാടിയിട്ട് അവസാനിപ്പിച്ചാലോ? ഡെഫിനറ്റ്ലി പാടാം.
അടിപൊളി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.